നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലെ ഓരോ സെറ്റിങ്സുകളാണ് നമ്മൾ ഓരോ ദിവസമായിട്ട് പരിശോധിക്കുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ലൊക്കേഷനകത്ത് ഒരുപാട് വലിയ കാര്യങ്ങളുണ്ട്. പല ആളുകൾക്ക് അറിയില്ല ലൊക്കേഷനകത്തുള്ള എന്തൊക്കെയാണ് ഫീച്ചറുകളെന്ന്. സാധാരണ നമുക്ക് ആവശ്യമുള്ളിടത്ത് ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുക്കും. പക്ഷേ അതിനകത്തുള്ള ഫീച്ചറുകൾ പലപ്പോഴും നമുക്ക് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇത്തരത്തിലുള്ള ഫീച്ചറുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ വലിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ലൊക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അത് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ലൊക്കേഷൻ എന്ന് കാണുന്നിടത്ത് പോയാലും മതി. ഇവിടെ നിങ്ങൾക്ക് ലൊക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. തൊട്ടു താഴായിട്ട് വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് സ്കാനിങ് എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് പ്രധാനമായിട്ടും. ഒന്നാമത്തെ വൈഫൈ സ്കാനിങ്ങും രണ്ടാമത്തെ ബ്ലൂടൂത്ത് സ്കാനിങ്ങും. അത് ഇതിനകത്തുള്ള സെറ്റിങ്സ് ആണ്. അതായത് വൈഫൈ സ്കാനിങ് ഇത് നമ്മൾ ഓൺ ചെയ്ത് വെച്ചാൽ എല്ലാ സമയവും നമ്മൾ വൈഫൈ കണക്ട് ചെയ്യാത്ത സമയത്തൊക്കെ വൈഫൈ ഓൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. അത് കാരണം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകാൻ കാരണമാകും. അപ്പം വൈഫൈ സ്കാനിങ് ആവശ്യമാണെങ്കിൽ മാത്രം ഓൺ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സ്കാനിങ് പല ആളുകളും ഒരു ആവശ്യവുമില്ലാതെ ബ്ലൂടൂത്തിൻ്റെ ഐക്കൺ ഓൺ ചെയ്ത് വെക്കും. ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലൂടൂത്ത് നിങ്ങൾ കണക്ട് ചെയ്യാത്ത സമയവും നിങ്ങളുടെ ഫോണിൽ ബ്ലൂടൂത്ത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ സെക്കൻഡിലും ഈ വൈഫൈയും ബ്ലൂടൂത്ത് സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി അധികം ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകാൻ കാരണമാകും. അത് ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇനി ഒന്ന് താഴോട്ട് വരാം. ഇവിടെയാണ് നമുക്ക് കുറച്ച് അത്ഭുതപ്പെടുത്തുന്ന സെറ്റിങ്സുകളുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എർത്ത് ക്വിക്ക് അലേർട്ട് എന്നുള്ള ഓപ്ഷൻ. നമ്മുടെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു ഭൂചലനം ഉണ്ടാകുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭൂമി കുലുക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു അലേർട്ട് നമ്മുടെ ഈ ലൊക്കേഷൻ നമുക്ക് തരും. എർത്ത് ക്വിക്ക് അലേർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഒരു ഭൂചലനത്തിൻ്റെ സാധ്യത കാണുന്നുണ്ടെങ്കിൽ, അത്തരത്തിൽ ചെറിയ ഭൂചലനങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു അലേർട്ട് വരും. അതിനുവേണ്ടി ഈ ഭാഗം എർത്ത് ക്വിക്ക് അലേർട്ട്സ് എന്നുള്ള ഭാഗത്ത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലൊക്കേഷൻ അക്യുറൻസി എന്നുള്ള ഓപ്ഷൻ. ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് എനേബിൾ ചെയ്ത് കൊടുത്താൽ നമ്മുടെ വൈഫൈയും GPS-ഉം ഒക്കെ ഓണായി വരുന്ന ഒരു ഫീച്ചറാണ്. ഇതൊക്കെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഓൺ ചെയ്ത് വെക്കുക. ഇല്ലാത്ത ആളുകൾ ഇത് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ടൈം ലൈൻ എന്നുള്ള ഏറ്റവും അവസാന ഭാഗത്തുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ സ്ഥലത്തേക്ക് യാത്ര പോയി എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ടൈം ലൈനിൽ സേവ് ചെയ്ത് വെക്കുന്നൊരു ഫീച്ചറാണ്. ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഏതെങ്കിലും ഒരു നിങ്ങളുടെ Gmail അക്കൗണ്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവസാനമായി പോയിരിക്കുന്ന ദിവസങ്ങളും 68 സ്ഥലങ്ങളാണ് ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ വിസിറ്റ് ചെയ്ത് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ അവസാനമായിട്ട് പോയ ലൊക്കേഷനിലേക്കുള്ള ഡീറ്റെയിൽസുകൾ അവിടെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ട് ലൊക്കേഷനകത്തുള്ള ഫീച്ചറുകളാണ് നമ്മൾ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.